നമസ്കാരം. ഇതുവരെയുള്ള വാർത്തകൾ സമഗ്രമായി പരിശോധിക്കാം. വാർത്താമഴയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ അമൃത പടിക്കാൻ. നോക്കാം വാർത്തകൾ വിശദമായി. 2017 ശബരിമല കൊടിമര പുനഃപ്രതിഷ്ഠയിൽ ഗുരുതര ക്രമക്കേട് നടന്നെന്ന് ഹൈക്കോടതി. വിജിലൻസ് ഡയറക്ടർക്ക് പ്രത്യേക ടീം രൂപീകരിച്ച് അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കൂടുതൽ പേർ പ്രതികളാകുമെന്നും SIT കോടതിയെ അറിയിച്ചു. കൊടിമരം പണിയാൻ ഒരു തരി സ്വർണം ഒരാളേത് വാങ്ങിയിട്ടുമില്ല, അതൊട്ട് അവിടെ ഉപയോഗിച്ചിട്ടില്ല. അജയ് തറയിലിന്റെ വാദം തള്ളുന്നതാണ് കോടതി ഉത്തരവ്. കൊടിമര പുനഃപ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് 6ഓളം പേർ സ്വർണം സംഭാവന ചെയ്തു. മഹസറിൽ ഇക്കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അവർ തിരികെ രസീത് നൽകിയിട്ടില്ല. ഇതുവഴി ദേവസ്വം ചട്ടം ലംഘിക്കപ്പെട്ടെന്നും കോടതി ചൂണ്ടിക്കാണിച്ചു. സ്വർണം കൈപ്പറ്റിയതിലടക്കമാണ് വിജിലൻസ് സംഘത്തോട് അന്വേഷിക്കാൻ നിർദ്ദേശം നൽകിയത്. ദേവസ്വം ബോർഡ് എല്ലാ മഹസറുകളും കൈമാറണം. 1 മാസത്തിനുള്ളിൽ പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കോടതി നിർദ്ദേശം. സ്വർണ്ണക്കൊള്ളക്കേസിൽ ദ്വാരപാലക പാളികൾ വീണ്ടും പരിശോധിക്കാൻ ഒരുങ്ങുകയാണ് SIT. 12-ാം തീയതി സാമ്പിൾ ശേഖരിക്കും. നിലവിലുള്ള പ്രതികൾക്ക് പുറമെ 2 കേസുകളിലായി 3 പേരുടെ കൂടി പങ്ക് സ്ഥിരീകരിച്ചെന്ന് SIT കോടതിയിൽ അറിയിച്ചു. 24 കൊച്ചി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് പ്രതി ഗോവർദ്ധന്റെ ജാമ്യാപേക്ഷ സുപ്രീംകോടതി നാളെ പരിഗണിക്കും. 2 കേസുകളിലും ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ജസ്റ്റിസ് ദീപാങ്കർ ദത്ത അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. ഓൺലൈൻ ട്രേഡിംഗ് ആപ്പിൽ കോടികൾ നഷ്ടമായ റിട്ടയർഡ് BSNL ജീവനക്കാരൻ മരിച്ച നിലയിൽ. കോട്ടയം സ്വദേശി രാജൻ നമ്പൂതിരിയാണ് തിരുവാങ്കുളത്ത് റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തട്ടിപ്പിൽപ്പെട്ട് 3 കോടി രൂപയാണ് നഷ്ടമായത്. ലിഡിയ ജേക്കബ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ലിഡിയ, റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. എന്തെങ്കിലും ആത്മഹത്യയാണോ? എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് പുറത്തു വരുന്നുണ്ടോ? മൃത ആത്മഹത്യയാണ് എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. കോട്ടയം പാലൂർപ്പടി മേക്കാട്ടുമന രാജൻ നമ്പൂതിരിയാണ് മരിച്ചത്. ഒരു വർഷത്തോളമായി എറണാകുളം ഏരൂർ ഭാഗത്താണ് താമസിച്ചു വരുന്നത്. ഇന്ന് പുലർച്ചെയാണ് തിരുവാങ്കുളം ഭാഗത്ത് റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യയാണ് എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. വ്യാജ ഓൺലൈൻ ട്രേഡിംഗ് തട്ടിപ്പ് വഴി അദ്ദേഹത്തിന് 3 കോടിയോളം രൂപ നഷ്ടമായിരുന്നു. അതിന്റെ മനോവിഷമത്തിലാണ് അദ്ദേഹം ഉണ്ടായിരുന്നത് എന്നാണ് കുടുംബം പറയുന്നത്. അത്തരത്തിൽ ഒരു 3 ആഴ്ചയ്ക്കുള്ളിൽ ഒരു 3 കോടിയോളം രൂപ നഷ്ടപ്പെട്ടിരുന്നു. അതിനുശേഷം വലിയ മനോവിഷമത്തിലായിരുന്നു എന്നാണ് കുടുംബം പറയുന്നത്. അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷിച്ചു വരികയാണ്. മറ്റ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ, മറ്റെന്തെങ്കിലും കാരണങ്ങൾ ആത്മഹത്യക്ക് പിന്നിലുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ശരി, ലിഡിയ ജേക്കബാണ് വിവരങ്ങൾ നൽകിയത്. ലോക്സഭയിലെ സ്തംഭനത്തിൽ സമവായ സാധ്യത തെളിയുന്നു. നാളെ സംസാരിക്കാൻ അവസരം നൽകുമെന്ന് ഉറപ്പ് ലഭിച്ചതായി സ്പീക്കറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം രാഹുൽ ഗാന്ധി പറഞ്ഞു. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്കെതിരെ പ്രതിപക്ഷം കടുത്ത നീക്കങ്ങൾ ആരംഭിച്ചതിന് പിന്നാലെയാണ് ഈ സമവായ നീക്കം. പ്രതിപക്ഷ ബഹളത്തിൽ തുടർച്ചയായ 6ാം ദിവസവും ലോക്സഭ തടസ്സപ്പെട്ടു. ഇന്ത്യ-US വ്യാപാര കരാർ സംബന്ധിച്ച് സംസാരിക്കാൻ രാഹുൽ ഗാന്ധിക്ക് അവസരം നൽകണമെന്ന പ്രതിപക്ഷ ആവശ്യത്തിൽ ലോക്സഭ ഇന്നും തടസ്സപ്പെട്ടു. ബജറ്റിന്മേലുള്ള പൊതുചർച്ചയ്ക്ക് ശശി തരൂർ MPയെ ക്ഷണിച്ചെങ്കിലും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെടുമ്പോൾ സംസാരിക്കാൻ അവസരം നൽകുന്നതാണ് കീഴ്വഴക്കമെന്ന് തരൂർ അറിയിച്ചു. എന്നാൽ ഭരണപക്ഷവും ചെയറും വഴങ്ങാൻ തയ്യാറായില്ല. ഇതോടെ സഭ നാളത്തേക്ക് പിരിഞ്ഞു. തുടർന്ന് പ്രതിപക്ഷ നേതാക്കൾ സ്പീക്കറുമായി കൂടിക്കാഴ്ച നടത്തി. സംസാരിക്കാൻ അനുവദിക്കുമെന്ന് സ്പീക്കർ അറിയിച്ചതായും ചർച്ച നടക്കാനാണ് പ്രതിപക്ഷവും ആഗ്രഹിക്കുന്നതെന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം രാഹുൽ ഗാന്ധി. Member of the House went, and Speaker committed to us, personally committed to us, that I will be allowed to speak here and raise some points before the budget discussion. സ്പീക്കർ ഓം ബിർളയ്ക്കെതിരെ 3 നീക്കങ്ങളാണ് ഇന്ന് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. സ്പീക്കർക്കെതിരെ അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകാൻ നീക്കങ്ങൾ ആരംഭിച്ചു. കോൺഗ്രസ് അംഗം R. സുധ വനിതാ അംഗങ്ങൾക്കെതിരായ സ്പീക്കറുടെ പരാമർശം സഭാരേഖകളിൽ നിന്നും നീക്കണമെന്നാവശ്യപ്പെട്ട് അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകി. കോൺഗ്രസ് വനിതാ അംഗങ്ങൾ നിഷ്പക്ഷമായി പ്രവർത്തിക്കണമെന്നാവശ്യപ്പെട്ട സ്പീക്കർക്ക് കത്തയച്ചു. പിന്നാലെയാണ് സമവായ നീക്കങ്ങൾ നടന്നത്. 24 ഡൽഹി. കരസേനാ മുൻ മേധാവി ജനറൽ MM നരവനെയുടെ ആത്മകഥയുടെ PDF പ്രചരിക്കുന്നതിൽ കേസെടുത്ത ഡൽഹി പോലീസ്. ആവശ്യമായ അനുമതിയില്ലാതെ പ്രചരിപ്പിക്കുന്നതിനാണ് കേസ്. അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അർജുൻ, ഇതിപ്പോൾ കേസെടുത്തിരിക്കുകയാണ് ഡൽഹി പോലീസ്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കേസ്?
അവിടുത്തെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന് പറയുന്ന MM നരവണയുടെ ആത്മകഥ വലിയ തോതിൽ രാഷ്ട്രീയ വിവാദമായിട്ടുണ്ട്. പാർലമെന്റിൽ അടക്കം ഇപ്പോഴും അത് ഉന്നയിക്കുന്ന വിഷയമാണ്. അതിനിടയിലാണ് ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെൽ ഒരു FIR രജിസ്റ്റർ ചെയ്ത് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഔദ്യോഗികമായി അറിയിക്കുന്നത്. ചില സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ വഴിയും അതുപോലെ തന്നെ ന്യൂസ് റിപ്പോർട്ടുകൾ വഴിയും ഈ പറയുന്ന പുസ്തകത്തിന്റെ ഒരു പ്രീ പ്രിന്റ് കോപ്പി ഓൺലൈനിൽ പ്രചാരണത്തിലുണ്ട് എന്നുള്ള റിപ്പോർട്ട് പ്രചരിച്ചിരുന്നു. ആ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഡൽഹി പോലീസ് ഒരു അന്വേഷണം നടത്തി. അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ഈ പുസ്തകത്തിന്റെ ഒരു ടൈപ്പ് സെറ്റ് PDF, അതായത് പ്രിന്റ് ചെയ്യാൻ വേണ്ടി നൽകിയിട്ടുള്ള ഭാഗം പല E-commerce സൈറ്റുകളിലും അതുപോലെ തന്നെ വെബ്സൈറ്റിലും ഇപ്പോൾ അവൈലബിൾ ആണ്. അതിലും ഇതിന്റെ ഒറിജിനൽ ആയിട്ടുള്ള യഥാർത്ഥ ചട്ടയടക്കം പ്രിന്റ് ചെയ്ത ചട്ടയടക്കം ഇപ്പോൾ ലഭ്യമാണ് എന്നുള്ള ഒരു കണ്ടെത്തൽ ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെൽ നടത്തിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ലീക്ക്, ഈ ചോർച്ച എവിടെ നിന്ന് വന്നു എന്നുള്ള കാര്യം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇന്ത്യയിൽ പെൻഗ്വിൻ റാൻഡം ഹൗസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള കമ്പനിയുടെ പേരിലാണ് ഈ പറയുന്ന പുസ്തകത്തിന്റെ പ്രീ പ്രിന്റ് കോപ്പിയും അതുപോലെ ഈ ടൈപ്പ് സെറ്റ് PDF-ഉം ഇപ്പോൾ പ്രചാരണത്തിലുള്ളത്. കൂടുതൽ അന്വേഷണം നടക്കും. ഈ ചോർച്ച എവിടെ നിന്നാണ് വന്നത് എന്നുള്ള കാര്യം കണ്ടെത്തി നടപടിയെടുക്കുമെന്ന കാര്യമാണ് ഡൽഹി പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. അമൃത. ശരി, അർജുൻ പീതാംബരനാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ തീപിടുത്തം. ഇലക്ട്രിക് കിയോസ്കിലാണ് തീപിടിച്ചത്. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. ദീപക് ധർമ്മടം വിവരങ്ങൾ നൽകാനായി കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. ദീപക്, ഇത് എപ്പോഴാണ് തീപിടുത്തം ഉണ്ടായത്? തീ പൂർണ്ണമായും അണച്ചോ? അമൃത, അല്പം മുൻപാണ് തീ അണച്ചു കഴിഞ്ഞത്. ഇത് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നഗരത്തിന്റെ ഹൃദയത്തിൽ തന്നെ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിന്റെ ഒരു പവർ സെന്റർ എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുന്ന കിയോസ്കിലാണ് ഈ തീപിടുത്തം ഉണ്ടായത്. തീപിടുത്തത്തെ തുടർന്ന് പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സ് എത്തി തീ അണക്കുകയായിരുന്നു. പോലീസും സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരുന്നു. നഗരഹൃദയത്തിലാണ് ഈ തീപിടുത്തം ഉണ്ടായത്. സാങ്കേതികമായ പ്രാഥമിക വിവരം അത് ഒരു ഷോർട്ട് സർക്യൂട്ടിൽ നിന്നും ഉണ്ടായ തീപിടുത്തമാണെന്നാണ്. പക്ഷേ തീ ആളിപ്പടർന്ന് മറ്റു മേഖലകളിലേക്ക് പടരും മുൻപ് തന്നെ ഫയർഫോഴ്സ് തീ അണച്ചതുകൊണ്ടാണ് ഒരു വലിയ, പ്രത്യേകിച്ചും ജനക്കൂട്ടമേറെയുള്ള കടകളേറെയുള്ള ഒരു പ്രദേശത്ത് ഒരു അപായം ഒന്നുമില്ലാതെ അത് നിയന്ത്രിച്ചത് ഫയർഫോഴ്സിന്റെ സംയോജിതമായ ഇടപെടൽ കൊണ്ടാണ്. അമൃത, 2020 ലോകകപ്പിൽ ഇന്ത്യക്കെതിരെ കളിക്കാൻ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് വെച്ച ഉപാധികൾ തള്ളി അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൌൺസിൽ. ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് ത്രിരാഷ്ട്ര പരമ്പര വേണമെന്നതടക്കമുള്ള ഉപാധികളാണ് തള്ളിയത്. ഇക്കാര്യത്തിൽ ICCക്ക് തീരുമാനമെടുക്കാനാകില്ലെന്നും രാജ്യങ്ങൾ തമ്മിലാണ് ഇക്കാര്യത്തിൽ ധാരണയിലെത്തേണ്ടതെന്നും ICC. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അനിൽ, ഇതിപ്പോൾ എന്താണ് തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്? ഞായറാഴ്ച ഇന്ത്യ പാക് മത്സരം കാണാൻ കഴിയുമോ ആരാധകർക്ക്? അങ്ങനെ ഒരു മത്സരം വിട്ടുകളയരുത് എന്നുള്ള ഉദ്ദേശത്തിന്റെ പുറത്താണ് ICC അവസാനവട്ട ശ്രമങ്ങൾ എന്നോണം ഇന്നലെ ലാഹോറിലെത്തിയതും ICCയുടെ പ്രതിനിധി പാക് ക്രിക്കറ്റ് ബോർഡ് അധ്യക്ഷനും ഒപ്പം തന്നെ ലാഹോറിൽ തന്നെയുള്ള ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് അധ്യക്ഷനുമായി ഒരു ചർച്ചയ്ക്ക് തയ്യാറായത്. ഈ ചർച്ചയിലാണ് ഇന്ത്യയുമായി കളിക്കണമെങ്കിൽ ഞങ്ങൾക്ക് ചില ഡിമാൻഡുകളുണ്ട് എന്ന തരത്തിൽ ചില ആവശ്യങ്ങളൊക്കെ തന്നെ അവർ വച്ചത്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഇന്ത്യയും ബംഗ്ലാദേശും ഒപ്പം തന്നെ പാകിസ്ഥാനുമുള്ള ഒരു ത്രിരാഷ്ട്ര പരമ്പര, ഒപ്പം തന്നെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബയലാട്രൽ സീരീസ് ഒക്കെ തന്നെ പുനരാരംഭിക്കണം. അതിനപ്പുറം വളരെ കൗതുകമുള്ളതെന്ന് ഏഷ്യ കപ്പിൽ ഇന്ത്യൻ ക്യാപ്റ്റൻ പാകിസ്ഥാൻ ക്യാപ്റ്റന് കൈകൊടുത്തിരുന്നില്ല. അതോടൊപ്പം തന്നെ താരങ്ങളും നമ്മൾ ഹസ്തദാനത്തിനൊന്നും തയ്യാറായിരുന്നില്ല. അപ്പോൾ ലോകകപ്പിലേക്ക് വരുമ്പോൾ കൈകൊടുക്കാൻ തയ്യാറാവണം തുടങ്ങി അങ്ങനെ പല ആവശ്യങ്ങളാണ് മുന്നോട്ട് വെച്ചത്. പക്ഷേ ICC ഇതിൽ തീരുമാനം അറിയിച്ചിരിക്കുന്നത് അങ്ങനെ ഇന്ത്യയെ ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ BCCയെ ഒരു കാലത്തിലും കമ്പൽ ചെയ്യാൻ പറ്റില്ല. ഇത് ബയലാട്രൽ സീരീസ് അടക്കമുള്ളത് തീരുമാനിക്കേണ്ടത് രാജ്യങ്ങൾ തമ്മിലാണ്. അപ്പോൾ അങ്ങനെ പാകിസ്ഥാൻ മുന്നോട്ട് വെച്ചിട്ടുള്ള എല്ലാ ഉപാധികളും തള്ളുകയാണ്. ഇതോടുകൂടി കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയാണ്. അമൃത സൂചിപ്പിച്ച പോലെ തന്നെ ഞായറാഴ്ചയാണ് മത്സരം. ഇനി അവസാന തീരുമാനം എന്ത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു സസ്പെൻസ് തുടരുകയാണ്. അമൃത. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവാണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂർ ചൊക്ലിയിൽ RSS കൊടികൾ തീവെച്ച് നശിപ്പിച്ച് റീൽസ് ചിത്രീകരണം. പോലീസ് കേസെടുത്തു. രാത്രി പട്രോളിംഗ് നടത്തുന്നതിനിടയിലാണ് സംഭവം പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അജീഷ് ജയകുമാർ കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അജീഷ്, ഇതെന്താണ് സംഭവം? കഴിഞ്ഞ ദിവസമാണ് ഈ ചൊക്ലി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പള്ളിക്കുനിയിൽ നിന്നും ഈ മോന്താൽ ഭാഗത്തേക്ക് പോകുന്ന റോഡിൽ അവിടെ ഈ ഒരു ബസ് ഷെൽട്ടറിൽ, പൊക്രാൻ എന്ന പേരുള്ള ഒരു ബസ് ഷെൽട്ടറിലും അതിനടുത്തായി സ്ഥാപിച്ചിരുന്ന RSSന്റെ കൊടിമരത്തിലും അവിടെ കെട്ടിയിരുന്ന കൊടികളാണ് അവിടെ ചിലർ സ്കൂട്ടറിലെത്തി അഴിച്ചു കൊണ്ടുപോയി പ്രകോപനപരമായിട്ടുള്ള ഒരു റീൽ ചിത്രീകരിച്ച് അത് പ്രചരിപ്പിച്ചത്. ഈ പ്രദേശത്ത് അടുത്ത കാലത്തായി സംഘർഷമൊന്നും ഇല്ലാത്തിരുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഈ സമാധാനം നിലനിൽക്കുന്ന ഈ സ്ഥലത്ത് ലഹള ഉണ്ടാക്കാൻ ശ്രമിച്ചതാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം രാത്രി പോലീസിന്റെ പെട്രോളിങ്ങിനിടയിലാണ് ഈ കൊടികൾ അത് നശിപ്പിച്ചതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടത്. നിലവിൽ ചൊക്ലി പോലീസാണ് കേസെടുത്തിട്ടുള്ളത്. കണ്ടാലറിയാവുന്നവർക്കെതിരെയാണ് കേസ്. ശരി, അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്.
ആന്റോ ആന്റണി എംപിക്കെതിരായ സാമ്പത്തിക ക്രമക്കേട് ആരോപണത്തിൽ മലക്കം മറിഞ്ഞ് സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗം കെ.പി. ഉദയഭാനു. ശബരിമല തന്ത്രി കണ്ഠരര് രാജീവർക്ക് നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റിൽ നിക്ഷേപമുണ്ടെന്ന് SIT ആണ് പറഞ്ഞതെന്നും താനല്ല എന്നും ഉദയഭാനു നിലപാട് മാറ്റി. ഉദയഭാനുവിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ആന്റോ ആന്റണി എംപി പ്രതികരിച്ചു. തന്ത്രി കണ്ഠരര് രാജീവർക്ക് നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റിൽ 2.5 കോടി നിക്ഷേപമുണ്ടെന്നും തെരഞ്ഞെടുപ്പ് സമയത്ത് ആന്റോ ആന്റണി 2 കോടി പിൻവലിച്ചെന്നും ഉദയഭാനു നേരത്തെ പറഞ്ഞിരുന്നു. എന്നാൽ താനല്ല ഇത് പറഞ്ഞതെന്നും SIT പറഞ്ഞ കാര്യം മാധ്യമങ്ങളെ കണ്ട് ആവർത്തിക്കുകയാണ് ചെയ്തതെന്നും ഉദയഭാനു തിരുത്തി. അവിടെ സ്വകാര്യ സ്ഥാപനത്തിൽ 2.5 കോടി രൂപ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് SIT ആണ് പറഞ്ഞത്. SITയുടെ വാർത്തയിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്, പത്രത്തിലൊക്കെ വന്നിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് അന്വേഷിക്കണമെന്ന് ഞാൻ പറഞ്ഞു. ആദ്യത്തെ ആരോപണം പൊളിഞ്ഞപ്പോൾ ഉദയഭാനു പുതിയ കാര്യം ഏറ്റെടുത്ത് വന്നിരിക്കുകയാണെന്ന് ആന്റോ ആന്റണി MP. ശബരിമല തന്ത്രിക്ക് ഈ ധനകാര്യ സ്ഥാപനത്തിൽ 1 ഉറുപ്പികയുടെ പോലും നിക്ഷേപം ഉണ്ടായിരുന്നില്ല എന്നും ഈ തന്ത്രിയെ ജീവിതത്തിൽ ഒരിക്കലും നേരിൽ പോലും കണ്ടിട്ടില്ല എന്ന് ധനകാര്യ സ്ഥാപന ഉടമ വ്യക്തമാക്കുകയും ചെയ്തപ്പോൾ ആ ആരോപണവും പൂർണ്ണമായി പൊളിഞ്ഞു. ഈ വ്യാജ ആരോപണം ഉന്നയിച്ച ഉദയഭാനുവിനെതിരെ നിയമപരമായ നടപടികളുമായി ഞാൻ മുന്നോട്ട് പോവുകയാണ്. അതേസമയം ആന്റോ ആന്റണി തെരഞ്ഞെടുപ്പ് സമയത്ത് എങ്ങനെ പണം വാങ്ങിയെന്നും ഏത് മാർഗത്തിലൂടെ തിരികെ നൽകിയെന്നും വ്യക്തമാക്കണമെന്ന് ഉദയഭാനു ആവശ്യപ്പെട്ടു. 24 പത്തനംതിട്ട. ഗൃഹസന്ദർശന പരിപാടിയിൽ കീഴ്ഘടകങ്ങൾ കുറ്റകരമായ അനാസ്ഥ കാട്ടിയെന്ന് CPIM സംസ്ഥാന നേതൃത്വം. പരിപാടി പാർട്ടി ഉദ്ദേശിച്ച പോലെ പൂർത്തീകരിക്കാനായിട്ടില്ല. ജനങ്ങളുമായുള്ള പാർട്ടിയുടെ ബന്ധത്തിലെ പോരായ്മ വ്യക്തമാക്കുന്നതായിരുന്നു ഗൃഹസന്ദർശന പരിപാടിയെന്നും CPIM സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച റിപ്പോർട്ടിൽ പറയുന്നു. ജനുവരി 15 മുതൽ സംസ്ഥാനത്തെ എല്ലാ വീടുകളിലുമെത്തി ജനങ്ങളെ കേൾക്കണമെന്നും പാർട്ടി നിലപാട് ബോധ്യപ്പെടുത്തണമെന്നുമായിരുന്നു CPIM സംസ്ഥാന സമിതിയുടെ ആഹ്വാനം. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ അപ്രതീക്ഷിത തോൽവിയെ തുടർന്നുള്ള തിരുത്തൽ നടപടിയുടെ ഭാഗമായിരുന്നു ഗൃഹസന്ദർശന പരിപാടി. എന്നാൽ പരിപാടി ലക്ഷ്യമിട്ട പോലെ പൂർത്തീകരിക്കാനായില്ലെന്നാണ് സംസ്ഥാന സമിതിയുടെ വിലയിരുത്തൽ. ജനങ്ങളുമായുള്ള പാർട്ടിയുടെ ബന്ധത്തിലെ പോരായ്മ ഗൃഹസന്ദർശനത്തിൽ വ്യക്തമായെന്നാണ് സംസ്ഥാന സമിതിയുടെ നിരീക്ഷണം. ഏറ്റവും ഫലപ്രദമായി മാറ്റാൻ കഴിയുന്ന ഗൃഹസന്ദർശന പരിപാടി ഉദ്ദേശിച്ചതുപോലെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഫലപ്രദമായി ഈ ക്യാമ്പയിനോട് കാണിക്കുന്ന കുറ്റകരമായ അനാസ്ഥ തിരുത്തുന്ന വിധം എല്ലാ ഘടകങ്ങളും ഇടപെടണമെന്നാണ് സംസ്ഥാന സമിതിയുടെ നിർദ്ദേശം. വോട്ടർമാരുമായും അവരുടെ കുടുംബങ്ങളുമായും അടുത്ത ബന്ധം സ്ഥാപിക്കണം. പാർട്ടിയിൽ നിന്ന് വിട്ടുപോയവരെ തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള ഇടപെടൽ നടത്തണമെന്നും സംസ്ഥാന സമിതി നിർദ്ദേശിക്കുന്നു. സ്ത്രീകളുടെ പ്രത്യേക സ്ക്വാഡ് രൂപീകരിക്കണം. ചെറുതും വലുതുമായ സമുദായ സംഘടനകളുമായി നല്ല ബന്ധം പുലർത്താൻ ശ്രദ്ധിക്കണം. പട്ടികജാതി പട്ടികവർഗ മേഖലകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കണമെന്നും CPIM സംസ്ഥാന സമിതി കീഴ്ഘടകങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 24 തിരുവനന്തപുരം. കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ റോയ് CJയുടെ ആത്മഹത്യയ്ക്ക് കാരണം ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദമെന്ന റോയിയുടെ സഹോദരന്റെ ആരോപണം തള്ളി കോൺഫിഡന്റ് ഗ്രൂപ്പ് MD TA ജോസഫ്. സഹോദരന്റേത് പെട്ടെന്നുണ്ടായ വൈകാരിക പ്രതികരണമെന്ന് വിശദീകരണം. നിക്ഷേപകരുടെ പണം സുരക്ഷിതമാണ്, ആരെയും കബളിപ്പിക്കുകയോ മുതലെടുക്കുകയോ ചെയ്തിട്ടില്ല എന്നും കോൺഫിഡന്റ് ഗ്രൂപ്പ് MD TA ജോസഫ് പറഞ്ഞു. കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ CJ റോയിയുടെ മരണത്തിന് പിന്നിൽ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദമാണ് എന്ന ആരോപണമായിരുന്നു കുടുംബം ഉന്നയിച്ചത്. എന്നാൽ അത് പൂർണ്ണമായും തള്ളുകയാണ് MD TA ജോസഫ്. ഉദ്യോഗസ്ഥർ സമ്മർദ്ദം ചുരത്തിയിട്ടില്ലെന്നും പരിശോധനയിൽ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടായില്ലെന്നും TA ജോസഫ് പറഞ്ഞു. ഇൻകം ടാക്സുകാർ സെർച്ച് നടത്താറുണ്ട്, അത് അവരുടെ റുട്ടീൻ കാര്യമാണ്. അവരുമായിട്ട് വളരെയധികം കോപ്പറേറ്റ് ചെയ്ത് നിന്നിരുന്നു. റെസ്പെക്റ്റോടുകൂടിയാണ് അവർ ചെയ്തിരുന്നത്, അല്ലാതെ ഒരു ഭീകരമായ രീതിയിലുള്ള ഹറാസ്മെന്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർ ചെയ്തിരുന്നില്ല. നടന്നത് സ്വാഭാവിക പരിശോധനയാണ്. റെയ്ഡോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. കള്ളക്കടത്ത്, ബിനാമി തുടങ്ങിയവ കമ്പനിക്കുണ്ടെന്ന് വരുത്തി തീർക്കാൻ ചിലർ ശ്രമിച്ചു. കമ്പനിയുടെ പ്രവർത്തനങ്ങളെല്ലാം സുതാര്യമാണെന്നും TA ജോസഫ്. ഒരാളുടെ ഒരു രൂപ കൂടുതലായിട്ട് വാങ്ങിക്കുകയോ അവരെ കബളിപ്പിക്കുകയോ അവരിൽ നിന്ന് എന്താ പറയുക മുതലെടുക്കുകയോ ചെയ്തിട്ടില്ലെന്നുള്ളതാണ് നഗ്നസത്യം. കേരളത്തിലെ ഫിലിം ഇൻഡസ്ട്രിയെ കുറിച്ച് പറയുകയാണെങ്കിലും നമ്മൾ വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടാണ് ഇടപെട്ടിട്ടുള്ളത്. സാമ്പത്തികമായും വ്യക്തിപരമായും മറ്റു പ്രശ്നങ്ങൾ CJ റോയ്ക്ക് ഉണ്ടായിരുന്നില്ല. സഹോദരന്റെ പ്രതികരണം വൈകാരികമായി കണ്ടാൽ മതിയെന്നുമാണ് വിശദീകരണം. കമ്പനി ആരെയും കബളിപ്പിക്കുകയോ പണം തട്ടിയെടുക്കുകയോ ചെയ്തിട്ടില്ല എന്നും TA ജോസഫ് പറഞ്ഞു. 24 കൊച്ചി. യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെ അളവ് കുറയ്ക്കാമെന്ന് ഇറാൻ. US ഉപരോധം നീക്കിയാൽ യുറേനിയം സമ്പുഷ്ടീകരണം കുറയ്ക്കാമെന്നാണ് ഇറാൻ അറിയിച്ചത്. ഇറാന്റെ ആണവ മേധാവി മുഹമ്മദ് ഇസ്ലാമിയാണ് നിലപാട് അറിയിച്ചത്. ഇറാൻ ന്യൂസ് ഏജൻസിയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്.
2020 ലോകകപ്പിൽ ഇന്ത്യ ബംഗ്ലാദേശ് മത്സരം നടക്കാൻ സാധ്യത. ലോകകപ്പിൽ ഇന്ത്യയുമായി കളിക്കണമെന്ന് പാകിസ്ഥാനോട് അഭ്യർത്ഥിച്ച് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ്. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അനിൽ, നേരത്തെ നമ്മൾ പറഞ്ഞതാണ് ICC പാക് മുന്നോട്ട് വെച്ച ഉപാധികളെല്ലാം തന്നെ തള്ളിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ BCB എന്താണ് ആവശ്യപ്പെടുന്നത്? അമൃത, ഒരു 2020 മത്സരം പോലെ അത്രമേൽ ഉദ്യോഗജനകമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഈ വിഷയം അല്ലെങ്കിൽ ഈ വിവാദം എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. കാരണം നമ്മൾ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പാണ് പറഞ്ഞു നിർത്തിയത് ICC പാകിസ്ഥാന്റെ എല്ലാ ഉപാധികളും തള്ളി എന്ന് പറഞ്ഞ് നമ്മൾ അവസാനിപ്പിച്ചപ്പോഴേക്കും ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പാണ് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ്, അവരെ ചൊല്ലിയാണ് ഈ വിവാദങ്ങളൊക്കെ തന്നെ ഉണ്ടായത്. അവർ തന്നെ പാകിസ്ഥാനോട് പറയുന്നു നിങ്ങൾ പോയി കളിക്കണം എന്നുള്ളതാണ്. ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് അധ്യക്ഷൻ ഒരു തുറന്ന കത്ത് എഴുതിയിട്ടുണ്ട്. അത് പാകിസ്ഥാന് നൽകിയ കത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: നിങ്ങൾ നൽകിയ എല്ലാ പിന്തുണയ്ക്കും നന്ദി. പ്രതിസന്ധി ഘട്ടങ്ങളിൽ പിന്തുണച്ച അത് മറക്കുന്നില്ല. പക്ഷേ ആഗോള ക്രിക്കറ്റ് താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി പാകിസ്ഥാൻ ഇന്ത്യയുമായിട്ടുള്ള 15-ാം തീയതി നടക്കേണ്ട മത്സരത്തിൽ കളിക്കണം എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. ഇതിലെ രസകരമായ കാര്യം എന്തെന്നാൽ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിനെ അല്ലെങ്കിൽ ബംഗ്ലാദേശിനെ ലോകകപ്പിൽ നിന്ന് അവരുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ അല്ലെങ്കിൽ അവരെ പുറത്താക്കിയതിൽ പ്രതിഷേധിച്ചാണ് ബംഗ്ലാദേശ് ഇന്ത്യയുമായുള്ള മത്സരം തന്നെ ബഹിഷ്കരിച്ചത്. അപ്പോൾ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് തന്നെ ഇപ്പോൾ പറയുകയാണ് നിങ്ങൾ കളിക്കണമെന്ന് പറയുന്നതോടുകൂടി ഇനി ഇതിനകത്ത് ഏറെക്കുറെ പാകിസ്ഥാൻ സമ്മതിക്കാനും ഈ മത്സരത്തിലേക്ക് ഇറങ്ങാനും തന്നെയാണ് സാധ്യത. എന്തായാലും ആരാധകർ കാത്തിരിക്കുന്നത് പാകിസ്ഥാന്റെ ഒഫീഷ്യലി ഉള്ള ഇനി ആ പ്രഖ്യാപനത്തിനാണ്. അവരുടെ സർക്കാർ അടക്കം ഇൻവോൾവ് ചെയ്ത് ഒരു കാര്യമായതിനാൽ ഇനി ഇപ്പോഴും അതിനകത്ത് ഒരു അന്തിമ തീരുമാനം എങ്ങനെ വരുന്നതിൽ വീണ്ടും ടെസ്റ്റുകൾ ഉണ്ടായേക്കാം. പക്ഷെ എന്നിരുന്നാൽ പോലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പാകിസ്ഥാനുമായുള്ള ഇന്ത്യയുടെ മത്സരം നടക്കാൻ തന്നെ സാധിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. ഒരു അന്തിമ തീരുമാനമായിട്ടില്ല എങ്കിലും 2020 ലോകകപ്പിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കാനുള്ള സാധ്യതകൾ തന്നെയാണ് കാണുന്നത്. ഇപ്പോൾ ഇന്ത്യയുമായി കളിക്കണമെന്ന് പാകിസ്ഥാനോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ്. അത് ആ തീരുമാനം അങ്ങനെ തന്നെ പോവുകയാണെങ്കിൽ തീർച്ചയായും ഞായറാഴ്ച ഇന്ത്യ പാകിസ്ഥാൻ മത്സരം കാണാൻ ആരാധകർക്ക് സാധിക്കും. വിവരങ്ങളാണ് അനിൽ വാസുദേവ് പങ്കുവച്ചത്. നടൻ ബിജു മേനോനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ. കരാർ പ്രകാരമുള്ള പ്രമോഷന് നടൻ വരാത്തതിനാൽ നിർമ്മാതാവിന് 25 ലക്ഷം രൂപ നഷ്ടമുണ്ടായി എന്ന് വിമർശനം. ബിജു മേനോനെതിരായ പരാമർശം ശരിവെച്ച സംവിധായകൻ അനൂപ് കണ്ണനും രംഗത്തെത്തി. മലയാള സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട നടൻ പ്രമോഷന് ചെല്ലാത്തതുകൊണ്ട് സംവിധായകൻ കൂടിയായ നിർമ്മാതാവിന് 25 ലക്ഷം രൂപയാണ് ചാനലിൽ നിന്നും കിട്ടാനുള്ള തുകയിൽ കുറഞ്ഞത്. അതേ നടൻ ഇപ്പോൾ ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത സിനിമയുടെ പ്രമോഷനും പോയിട്ടില്ല. തനിക്ക് ആ നടന്റെ പേര് പറയാൻ പേടിയില്ല എന്നും ബിജു മേനോനാണ് നടനെന്നുമായിരുന്നു ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണന്റെ ആരോപണം. മലയാള സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട നടൻ പ്രമോഷന് ചെല്ലാത്തത് കൊണ്ട് ഒരു നിർമ്മാതാവിന്, അദ്ദേഹം ഒരു സംവിധായകൻ കൂടിയാണ്, ഞങ്ങളുടെ മെമ്പറാണ്, 25 ലക്ഷം രൂപയാണ് ചാനലിൽ നിന്നും കിട്ടാനുള്ള തുകയിൽ കുറഞ്ഞത്. ഞാൻ ബിജു മേനോനെ കുറിച്ച് സംസാരിക്കുന്നത്, എനിക്ക് പേര് പറയാനൊന്നും ഒരു മടിയുള്ള ആളല്ല. ബി ഉണ്ണികൃഷ്ണന്റെ ആരോപണം ശരിവെച്ചുകൊണ്ട് സംവിധായകൻ അനൂപ് കണ്ണനും രംഗത്തെത്തി. സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് ആരൊക്കെ പങ്കെടുക്കണമെന്ന് എഗ്രിമെന്റിൽ ഉണ്ടായിരുന്നു. എന്നാൽ ബിജു മേനോൻ ആകെ 2.5 മണിക്കൂർ മാത്രമാണ് പങ്കെടുത്തതെന്നും ഇത് ചൂണ്ടിക്കാട്ടി ഫെഫ്കയ്ക്കും താൻ പരാതി നൽകിയിരുന്നുവെന്നും അനൂപ് കണ്ണൻ 24നോട്. ശ്രീ ബിജു മേനോൻ ഇതിന്റെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് പലപ്പോഴും നമ്മൾ വിളിക്കുമ്പോഴൊക്കെ ഒരു വല്ലാത്തൊരു ഉഴപ്പാണ്. ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ആകെ 2.5 മണിക്കൂറാണ് അദ്ദേഹം പ്രൊമോഷന് വേണ്ടി പങ്കെടുത്തത്. പുതുക്കിയ സേവന വേതന കരാർ ഒപ്പിടൽ ചടങ്ങിനിടയിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ ഉന്നയിച്ചത്. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.